അപ്പോൾ ഞാൻ ഇന്ന് വട്ടോളി ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത്. അപ്പോൾ ഇതാ ഞാൻ നിങ്ങളെ ഞങ്ങളെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരിതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശബ്ദം കേട്ടായിരുന്നോ? ഇവിടെയൊക്കെ മയിലിൻ്റെ കളിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും അതിനെ കാണില്ല. എവിടെയൊക്കെയാണ് വിളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ അത്. ഞാൻ എന്നാൽ കുറേ തിരഞ്ഞു നോക്കി, അപ്പോൾ ഒന്നും കണ്ടില്ല. ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ മയിലും എല്ലാം പുറത്തിറങ്ങിയല്ല, റോട്ടുമ്മലായി നമ്മളെ നാട്ടിലേക്ക് വന്നു തുടങ്ങി. അത് നന്ദിനി മിൽക്ക് ബ്രാൻഡാട്ടോ, അതിൻ്റെ ഓഫീസാണ് കേട്ടോ അത്. കണ്ടോ, എവിടുന്നോ കേൾക്കുന്നുണ്ട് ഒച്ച. എവിടുന്നാന്ന് പറയാൻ വയ്യ. അതാണ് ഞങ്ങളുടെ കാപ്പുമല എന്ന് പറഞ്ഞ സ്ഥലം. കണ്ടോ, ഇതാ ഞാൻ ഇടവഴി കൂടി ഇങ്ങനെ പോകും കേട്ടോ. അപ്പുറത്തൊരു റോഡിനൊക്കെ പോവാം. ഇത് ഷോർട്ടാണ്, നിറച്ചും കാടാട്ടോ. ഇതിലേക്കായി ഉത്സവമാവുന്ന സമയത്തേ ആൾക്കാർ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നന്നാക്കി സൈഡൊക്കെ വെട്ടി ശരിയാക്കുന്നതാണ്. അല്ലാത്ത സമയത്ത് അപ്പുറത്തുകൂടി റോഡിന് വരലാണ് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഇത് ഇടവഴി കൂടി കയറിയതാണ്. ഞാൻ കുറേ ആയിട്ട് ഒരു മാസത്തോളം ആയിട്ടോ ഞാൻ അമ്പലത്തിലേക്ക് പോന്നിട്ട്. എനിക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ തിങ്കളാഴ്ച ഞാൻ പിന്നെ എന്താ പറയുക തൃക്കളയൂരൊക്കെ പോകാമല്ലോ, തൃക്കളയൂരും പോട്ടെ എന്താ പറയുക മുക്കത്തുള്ള അമ്പലത്തിൽ പോകലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് പോകാനേ പറ്റുന്നില്ല. എത്ര ഒഴിവുണ്ടെങ്കിലും നമുക്കത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിൽ പറയും, നമുക്ക് സമയമായില്ല, അമ്മ വിളിക്കുമ്പോൾ അല്ലേ ഭഗവാൻ വിളിക്കുമ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ രാവിലെ കുളിയും കഴിഞ്ഞ് വേഗം ഞാൻ ചായ മാത്രം ഉണ്ടാക്കി വെച്ച് വേഗം പോകുന്ന കേട്ടോ. അപ്പോൾ ഇതാ വട്ടോളി അമ്പലത്തിലേക്ക് ഇറങ്ങി നമ്മൾ കേട്ടോ. ഇതാ അവിടെ നിന്ന് വരുന്ന വഴിയാണ് കേട്ടത്, റോട്ടിൽ നിന്ന് വരുന്ന വഴിയാണിത്. അമ്പലം കണ്ടില്ലേ? ഇത് അമ്പലത്തിൽ എല്ലാ വർഷവും ഈ വർഷത്തെ ഏകാദശ രുദ്രധാരേൻ്റെ അത് നടത്തുന്ന ദിവസങ്ങളാണ് കേട്ടോ. അതാ കണ്ടില്ലേ? ഈ ദിവസങ്ങളിൽ ഇവിടെ നടത്താറുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് നമ്പറുണ്ട്, ഇതാ അതിൽ കണ്ടില്ലേ? ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ബുക്ക് ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, കുറഞ്ഞ പൈസയുള്ളൂ, 50 രൂപയുള്ളൂ കേട്ടോ അതിന്. അപ്പോൾ ഇതവിടെയാണ് വഴിപാടിൻ്റെ കൗണ്ടർ കേട്ടോ. വഴിപാട് കൗണ്ടർ ഇതാ, അതൊക്കെയാണ് എല്ലാ അമ്പലത്തിൽ നടക്കുന്ന പോലെ തന്നെയുള്ള ഇതൊക്കെ. പിന്നെ അതിട്ട് ഇതാണ് നമ്മളെ കൗണ്ടറിലിരിക്കുന്ന ആള് അല്ലേ? ശരച്ചേരി ഹായ് പറയേ. നിത്യം ഉണ്ടാവില്ല അല്ലേ? അതിന് മുമ്പ് വേറെ മനോജ് പോയോ? ഞാൻ വന്നു. എന്നാലും അധിക ദിവസം വിശാലേ ചേട്ടൻ ഉണ്ടാവില്ലേ ഞാൻ കാണുമ്പോ ഒക്കെ? ഇവിടെ ഈ നമ്പറിൽ വിളിച്ചാലും കിട്ടില്ലേ നമ്മളവിടെ നിന്ന് എടുത്തേ അല്ലേ? ഇതാ പിന്നെ ഗൂഗിൾ പേ നമ്പർ ഇതാണേ. ഇപ്പം നിങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ നമ്പറിൽ അയച്ചു കൊടുത്താൽ അവരോട് ബുക്ക് ചെയ്യും കേട്ടോ. ഞാൻ കുറച്ച് ഉണ്ണിയാഹമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊക്കെ കഴിച്ചു, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വണ്ടികൾ പരിശോധിക്കുന്ന ഒരിതുണ്ടല്ലോ, അതാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ വിചാരിച്ച അമ്പലത്തിലേക്ക് ആദ്യം കണ്ടപ്പോൾ അമ്പലത്തിലേക്കുള്ള ഇതെന്താ കല്യാണം ഉണ്ടോ എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ ആദ്യം കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വണ്ടി പരിശോധന ഉണ്ട്, എല്ലാ വെള്ളിയും തിങ്കളും ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരടുത്തുനിന്ന് അങ്ങനെ എടുക്കുന്ന മോശമായിട്ടാട്ടോ ഞാനിങ്ങനെ ലോങ്ങിൽ നിന്ന് എടുക്കുന്നത്. കണ്ടോ ഈ സുന്ദരിമണി എന്താ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടില്ലേ, എവിടെ ചെന്നാലും സുന്ദരിമണികളുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ വഴി, അമ്പലത്തിൽ നിന്നുള്ള മെയിൻ റോഡും ഞങ്ങളെ വഴിയാണിത്. അങ്ങനെ ഇതാ കുഞ്ഞാറ്റേ അനുവിടെ അതാ വരുന്ന. അനുവിന് പാൻ്റൊക്കെയാ. അതാ കുഞ്ഞാറ്റ സ്കൂളിൽ പോണു. അതങ്ങനെ അനു വരുന്നു. അനു ഹായ് പറയാനോ? ഇത് പാൻ്റാണ് നിങ്ങൾക്ക്? ഇതാണ് യൂണിഫോം? ഒന്ന് വെറുതെ ഇട്ടുക. അതിൻ്റെ ബേക്കിലിതാ ഒരു എൻ്റെ ദൈവമേ ഇതാര് വരുന്നത്? ഇത് മുക്കം ഹൈസ്കൂളിലെ ടീച്ചറാണ് കേട്ടോ. എൻ്റെ അനിയൻ്റെ മോളാണ് യദുല റാണി. അമ്പലത്തിൽ പോയാ പോയിക്ക നേരെ വയ്ക്കുക. അപ്പോൾ ഇതാ നമ്മളെ വീടെത്തിട്ടോ. അതിലൊക്കെ കയറി വരണം. അങ്ങനെ ഇതൊക്കെ ഷോർട്ടാണ് കേട്ടോ. നല്ല വഴിയെ പോകണമെങ്കിൽ പോവാം, നമുക്കെപ്പോഴും ഷോർട്ടായിട്ട് പോകില്ലേ. ഇതാ അവിടെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു നിന്നാൽ ഞാൻ തെന്നി മറിഞ്ഞ് വീഴുന്ന നിങ്ങൾ കാണേണ്ടിയിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് കയറട്ടെ. പടയങ്ങ
അങ്ങനെ ഇതാ നമ്മളെ വീട്ടിലെത്തിയിട്ടോ. ആരെയും കാണുന്നില്ല, എണീറ്റുണ്ടാവില്ല. അപ്പോൾ ഓക്കെ ബൈ. ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കേ.